ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ 2-3 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിനടുത്തുള്ള കുട്ടികളുടെ പാർക്കിലാണ്. അപ്പോൾ അപ്പമോൾ കുറേ ദിവസമായിട്ട് പറയുന്നു എനിക്ക് ബീച്ചിൽ പോകണം, എനിക്ക് ജീപ്പ് ഓടിക്കണം, എനിക്ക് അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ അപ്പമോളെ വേറെ എങ്ങും കൊണ്ടുപോകുന്നില്ലേ, ഒന്നെങ്കിൽ എൻ്റെ വീട് അല്ലെങ്കിൽ അനുജൻ്റെ വീട്, പിന്നെ അംഗനവാടി, അങ്ങനെയൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോകത്തുള്ളൂ. പിന്നെ ക്ഷേത്രങ്ങളിലും പോകും. അതല്ലാതെ ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒന്നും അപ്പുക്കുളിക്ക് അങ്ങനെ വലുതായിട്ട് കിട്ടാറില്ല. അത് കാരണം ഞങ്ങൾ വിചാരിച്ച് ഇടയ്ക്കൊക്കെ അവിടുത്തെ പാർക്കിലൊക്കെ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് ആലപ്പുഴ ബീച്ചിനടുത്തുള്ള നമ്മുടെ പാർക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പമ്മക്ക് ഒരുപാട് സന്തോഷമായി. ആദ്യം തന്നെ ഓടി മറ്റേ ആ തെന്നി വരുന്ന ആ ഇതിലൊക്കെ പോയി കയറി, അതിനുശേഷം ജീപ്പൊക്കെ ഓടിച്ച്, പിന്നെ അതേ ഈ പ്ലെയിനിൻ്റെ സംഭവത്തിൽ കയറി കേട്ടോ. ആദ്യം കയറിയപ്പോൾ കുഞ്ഞിന് ഭയങ്കര പേടിയായിരുന്നു. കുഞ്ഞ് പറയുന്നുണ്ട്, ചേച്ചി നിർത്ത്, അവിടെ മറ്റേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആളുണ്ടല്ലോ അത്. അപ്പോൾ അവരോട് പറയുന്നുണ്ടായിരുന്നു വണ്ടി നിർത്ത്, എനിക്ക് പേടിയാന്ന്. അപ്പോൾ അവർ മൈൻഡ് പോലും ചെയ്യാതെ അവർ വേറെ എവിടെയോ നോക്കി ദേഷ്യം പോലെ മുഖമൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് എന്തെങ്കിലും വയ്യാഴികയൊക്കെ ഉണ്ടായിട്ടാണോ അങ്ങനെ നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. കുഞ്ഞെന്തായാലും പറയുന്നുണ്ടായിരുന്നു. ഇനി അത് കേൾക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട് നിർത്തുമെന്ന് പറയുന്നത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 പിള്ളേരൊക്കെ വന്ന് അവിടെ നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ പുള്ളി കയറണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് ഇച്ചിരി ഇതായി. പുള്ളി പിന്നെ വഴക്കൊന്നും ഇട്ടില്ല, എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് നല്ല ആക്റ്റീവായിട്ട് പിന്നെ അതിനകത്ത് ഇരുന്ന് പേടിയൊന്നും ഇല്ലാതെ ഇരുന്നു. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, അമ്മയുണ്ട്, ഒന്നും സംഭവിക്കത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിന് ശേഷം കുറേ കഴിഞ്ഞ് പിന്നെ അവൾ നേരെ വീണ്ടും ആ തെന്നുന്ന ആ സംഭവത്തിൽ പോയി തെന്നി കളിക്കാനായിട്ട് പോയേ. സത്യം പറഞ്ഞാൽ പാർക്ക് ഫുൾ അവൾ ഓടി കളിച്ച് സന്തോഷമായി, ഭയങ്കര ഹാപ്പിയായില്ല അപ്പൂച്ച? ഭയങ്കര സന്തോഷമായിരുന്നേ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ദൂര സ്ഥലത്തു നിന്നൊക്കെ. നമ്മുടെ പാലക്കാട് നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഈ ട്രിപ്പായിട്ട്, ഫാമിലി ട്രിപ്പായിട്ട് എല്ലാവരും വന്നിട്ട് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയി അടിച്ചു പൊളിക്കാനായിട്ട് ഫാമിലി ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരുടെ സംസാരം ഒക്കെ കേൾക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ മോളാണെങ്കിൽ ആ തെന്നുന്ന സാധനത്തിൽ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. കുറേ നേരം അവൾ അതിനകത്ത് നിന്ന് കളിച്ച്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച വല്ലപ്പോഴും അല്ലേ അവളുടെ ഇഷ്ടത്തിന് തീരുന്നത്ര പോകാമെന്ന് പറയുന്നിടം വരെ അവൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നേരം ഇരുന്ന് പോസ്റ്റ് അടിച്ച് ഞാൻ അവിടെ ഒരു മൂലയ്ക്ക് പോയി ഇരുന്ന്. അച്ഛനും മോളും കൂടെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഒത്തിരി ജനങ്ങളാണ്, ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ നല്ലൊരു ഇതാണ്, വൈബാണ് സത്യം പറഞ്ഞാൽ. ബീച്ചിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു സമാധാനവും, സത്യം പറഞ്ഞാൽ എന്ത് ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ആ ദേഷ്യമൊക്കെ മാറി നല്ല പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡ് നമുക്കുണ്ടാവും. നമ്മൾ ആ ബീച്ചിൽ ചെന്ന് കുറച്ച് നേരം കടൽക്കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ അപ്പുക്കിളിക്ക് കടലിൽ കുളിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയായിരുന്നു നമ്മൾ. അങ്ങനെ കടലിൽ കുളിച്ച് പിന്നെ നമ്മൾ പൈസ കൊടുത്ത് അവിടെ ബാത്റൂമിൽ കയറി ഫ്രഷായി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിൽ പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.